പാലക്കാട് നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ രമേശ് പിഷാരടി MLA ആദരിച്ചു. പാലക്കാട് കാണിക്കമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ജയ 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 ഹോ പരിപാടിയിൽ 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാലക്കാട് നിയോജകമണ്ഡല പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. രമേശ് പിഷാരടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 820 A+ ആണ് കേട്ടോ ബേസിൽ പാലക്കാട്. MLAക്ക് A+ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പിള്ളേർക്ക് ഇഷ്ടംപോലെ A+കളുണ്ട്. 820 A+കൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ A+ കിട്ടിയ കുട്ടികളെയാണ് ഇതിൽ ആദരിക്കുന്നത്. അടുത്ത തവണയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു 9 A+, 8 A+ ഒക്കെ ഉൾപ്പെടുത്താം. 10 +2 ഉള്ളവരാണ് ഉൾപ്പെടുത്താം. ഇപ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 820 പേർക്ക് ഒരു 30 സെക്കൻഡ് വെച്ച് കൂട്ടിയാൽ പോലും 400 മിനിറ്റ് ആവും. വൈകുന്നേരം വരെ കൊടുക്കേണ്ടി വരും. നമുക്ക് ചടങ്ങ് തുടങ്ങുമ്പോൾ സ്പീഡിൽ ഓരോ സ്കൂൾ അനുസരിച്ച് വിളിക്കും, അതനുസരിച്ച് വരാം. നടൻ ബേസിൽ ജോസഫ് മുഖ്യാതിഥിയായി. എന്തായാലും ഭയങ്കര സന്തോഷം. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ തന്നെ വീണ്ടും ഒരു മറ്റൊരു സ്പേസിലേക്ക് വന്ന് പങ്കെടുക്കുന്നതിൽ നല്ലത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആഘോഷിക്കുക തന്നെയാണല്ലോ. കാരണം ഇങ്ങനെ ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട പിഷുവിനും കൂടെയുള്ള എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാനും ഇതുപോലെ ഈ പറയുന്ന പോലെ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫുൾ A+ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആ സമയത്തും ഭയങ്കരമായിരുന്നു ഇതൊക്കെ. അന്ന് ഈ പറയുന്ന 10ലും +2ലും ഒക്കെ. അപ്പോൾ ഇതുപോലത്തെ അവാർഡും ഇതുപോലത്തെ മെമൻറ്റോയൊക്കെ കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളാണല്ലോ. അത് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റീവ് ആയിരുന്നു മുമ്പോട്ടുള്ള ജീവിതത്തിലും ജേണിയിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വേദികളിൽ ഇരുന്ന നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരുന്ന ഓർമ്മകൾ എനിക്കുമുണ്ട് തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് മിനിമം അതെങ്കിലും വേണം. കുട്ടികളിലെ പഠനത്തോടൊപ്പം സർഗവാസനകളും പരിപോഷിപ്പിക്കാൻ അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കണമെന്ന് പിഷാരടി പറഞ്ഞു. 5 വയസ്സുകാരായ വിദ്യാർത്ഥികൾ ചേർന്ന നിലവിളക്ക് കൊളുത്തിയാണ് പരിപാടി ആരംഭിച്ചത്. ട്രോഫികൾക്ക് പകരമായി കുട്ടികൾക്ക് റിസ്റ്റ് വാച്ച് നൽകിയത് വേറിട്ട അനുഭവവും കുട്ടികൾക്ക് ആഹ്ലാദകരവുമായി. പരിപാടിയിൽ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. കലാഭവൻ സംഘത്തിന്റെ മെഗാ ഷോയും ചടങ്ങിന് മാറ്റുകൂട്ടി.